നാട്ടുമാവ് സംരക്ഷണത്തിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് പഴയങ്ങാട് വെങ്ങരയിലെ അച്ചുമാൻ്റെ അകത്ത് മൈമൂനത്ത. ഇതിനകം വ്യത്യസ്തങ്ങളായ 42 ഇനം നാട്ടുമാവിൻ തൈകൾ ശേഖരിച്ച് ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട് ഈ പരിസ്ഥിതി പ്രവർത്തക. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും അംഗീകാരവും നേടാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ മാമ്പഴക്കാലത്ത് മാവിൻ തോപ്പുകൾ തോറും നടന്ന് മാങ്ങകൾ പെറുക്കിയെടുത്ത് അതിന്റെ കായ്ഫലത്തിൽ നിന്നും പുതിയ മാവിൻ തൈകൾ മുളപ്പിച്ച് സ്കൂൾ കുട്ടികൾക്കും മറ്റു പരിസ്ഥിതി സ്നേഹികൾക്കും നൽകുകയാണ് വെങ്ങരയിലെ ഈ വീട്ടമ്മ. കുഞ്ഞുനാൾ മുതൽ തന്നെ കൃഷിയെയും പരിസ്ഥിതിയും സ്നേഹിച്ച ഇവർ കഴിഞ്ഞ 9 വർഷക്കാലമായി നാട്ടുമാവുകളെ പരിചരിച്ചു വരുന്നു. നാട്ടിൻപുറങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാങ്ങാണ്ടി മുളപ്പിച്ച് സ്കൂൾ കുട്ടികൾക്ക് നൽകുന്നു. ഇതിനകം 42 ഇനം വ്യത്യസ്ത മാവിൻ തൈകൾ വിവിധ സ്കൂളുകൾക്കും ക്ലബ്ബുകൾക്കും മറ്റു പരിസ്ഥിതി സംഘടനകൾക്കും നൽകിയിട്ടുണ്ട്. കൂടാതെ 100 കണക്കിന് പ്ലാവിൻ തൈകളും പേരക്ക, പപ്പായ തുടങ്ങിയ ചെടികളും മുളപ്പിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങാനും മൈമൂനത്തിന് സാധിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങളും മൈമൂനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി രംഗത്തുണ്ട്. ഇതിനകം 100 കണക്കിന് മാവിൻ തൈകളും ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു കഴിഞ്ഞു. തന്റെ പ്രവർത്തനത്തിൽ ഇന്ന് ഏറെ സന്തോഷത്തിലാണ് ഇവർ. 2010 തുടങ്ങി ഇക്കൊല്ലം വരെ ഇനി എല്ലാം ദൈവം സഹായിച്ചിട്ട് ഇനി എന്നാന്ന് പറയാൻ അറിയില്ല. എത്ര തരം മാവുകളാണ് സംരക്ഷിക്കുന്നത്? 42 ഇനം മാവുകൾ. എങ്ങനെയാണ് ഇത് ശേഖരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു? ഓരോ വീടുകളിൽ പോയി ശേഖരിക്കും. ഇപ്പം നമ്മളെ വീട്ടു വളപ്പിൽ തന്നെ ഉണ്ട് ഒരു 5-6 തരം പിന്നെ മാവുകൾ. നമ്മളൊരു കാരണൂറ് ഏകദേശം ആ കാരണൂറ് ഇത് തന്നെയാണെന്ന് എല്ലാവരും പറയും. എല്ലായിടക്കും നണ്ടി ശേഖരിച്ചിട്ട് വളപ്പ് നിറച്ചും വെക്കും. എല്ലാതരം ഇതും ഉണ്ടായിന്. അതെല്ലാം ശേഖരിച്ചു. ഇങ്ങനെ കിളിച്ചുണ്ട മാങ്ങ അങ്ങനെയെല്ലാം പല മോഡൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ തൈകളാണ് ആക്കല്. പ്രകൃതിയെയും മണ്ണിനെയും സംരക്ഷിക്കാൻ മൈമൂനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണ്. നഷ്ടപ്പെടുന്ന നാട്ടുമാവിൻ തൈകളെ സംരക്ഷിക്കുന്നതിന് ഇവർ നടത്തുന്ന പ്രവർത്തനം പുതുതലമുറയ്ക്ക് പ്രചോദനമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.